Welcome to NCERT +1 and +2 Physics. അപ്പോൾ നമ്മൾ കൈനറ്റിക് തിയറി എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നോക്കിക്കൊണ്ടിരുന്നത്. സോ വിൽ കണ്ടിന്യൂ വിത്ത് ദാറ്റ്. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൻ 13.3, ദാറ്റ് ഈസ് ദ ബിഹേവിയർ ഓഫ് ഗ്യാസസ്. ഇതാണ് ഇന്ന് നോക്കാൻ പോകുന്ന സെക്ഷൻ, ബിഹേവിയർ ഓഫ് ഗ്യാസസ്. ഓക്കെ, അപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഗ്യാസസിന്റെ ഇന്റർ ആറ്റമിക് ഡിസ്റ്റൻസിനെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. അതാണ് പറഞ്ഞാൽ അവസാനിപ്പിച്ചത്. സോ ഇന്റർ ആറ്റമിക് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഗ്യാസിന് ഇറ്റ് ഈസ് 10 times than that of salts and liquids. ആൻഡ് ഈ മെയിൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഡിസ്റ്റൻസ് അതിന് കൊളൈഡ് ചെയ്യുന്നതിന് മുന്നേ പോവാം, മറ്റൊരു ഗ്യാസ് മോളിക്യൂളായിട്ട് കൊളൈഡ് ചെയ്യുന്നതിന് മുന്നേ പോവാം എന്ന് പറയുന്നത് ഈ 100 times ആണ്. ഇന്റർ ആറ്റമിക് ഡിസ്റ്റൻസിനെ അപേക്ഷിച്ച് 100 times ഇരട്ടിയാണ് ഫോർ ഗ്യാസ് മെയിൻ ഫ്രീ പാത്ത്. ഓക്കെ, അതാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്. ഓക്കെ, അതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ നോക്കുക, ഈ സോളിഡ്സിനെയും ലിക്വിഡ്സിനെയും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ മ്യൂച്വൽ ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് ഗ്യാസസിന്. കാര്യം അതിൽ ഇന്റർ ആറ്റമിക് ഡിസ്റ്റൻസ് കൂടുതലാണല്ലോ, അതുകൊണ്ട് തന്നെ. അത് മാത്രമല്ല, അപ്പം എപ്പോഴാണ് ഇവരുടെ ഒരു ഗ്യാസിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. കാര്യം അവർക്ക് ഗ്യാസസിന് മ്യൂച്വൽ ഇന്ററാക്ഷൻ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അത് കൊളൈഡ് ചെയ്യുമ്പോൾ മാത്രമുള്ളത് എടുത്താൽ മതി. അപ്പം കമ്പാരേറ്റീവ്ലി ഈസിയർ സ്റ്റഡിയാണ് അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കാൻ. ഓക്കെ, ആൻഡ് നമുക്ക് ഓൾറെഡി തന്നെ നമ്മൾ പഠിച്ചാണ് ഗ്യാസസ് ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും. ലോ പ്രഷറും ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എന്താ, മോളിക്കുലർ ഇന്ററാക്ഷൻസ് കുറവായിരിക്കും. ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഗ്യാസിന്റെ ആറ്റംസ് വെൽ സെപ്പറേറ്റ് ആയിരിക്കും, മോളിക്യൂൾസ് നല്ല സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്ന സമയം. അപ്പോൾ എന്താണ്, അത് അധികം കൊളീഷൻസ് ഒന്നും ഇല്ലാത്ത സമയം, കൊളീഷൻസ് നടക്കാത്ത സമയം. ആ സമയത്ത് ഗ്യാസസ് ഒബേ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് PV = KT എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ. PV = KT നമ്മൾ ഓൾറെഡി പല രീതിയിൽ കണ്ടതാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ബോയിൽസ് ലോയുടെ അതുപോലെ ചാൾസ് ലോയുടെ ഒരു സ്പെഷ്യൽ കേസ് ആണ്. ഇപ്പൊ നിങ്ങൾ ഈ ഇക്വേഷൻ്റെ അകത്ത് T യെ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണെങ്കിൽ യു വിൽ ഫൈൻഡ് ദാറ്റ് ഈ K if some constant then PV കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ ബോയിൽസ് ലോ. ഇനി ചാൾസ് ലോ എന്ന് പറയുമ്പോൾ അവിടെ ആരാണ് കോൺസ്റ്റന്റ് ആവുന്നത്? പ്രഷർ കോൺസ്റ്റന്റ് ആവുകയാണ് അല്ലെ. ചാൾസ് ലോയിൽ പ്രഷർ കോൺസ്റ്റന്റ് ആവുമ്പോൾ K കോൺസ്റ്റന്റ് ആവുന്ന സമയത്ത് വിയും V/T is a constant കിട്ടും. ഇതാണ് നമ്മളുടെ ചാൾസ് ലോ. അപ്പൊ ബോയിൽസ് ലോയുടെയും ചാൾസ് ലോയുടെയും ഇതെന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ ഒരു സ്പെഷ്യൽ കേസ് ആണ്. അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി മറ്റൊരു ഫോമിൽ കണ്ടതാണ്, PV = KT. ഓക്കെ, ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇവിടെ ഈ T എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഇൻ കെൽവിൻസ് K. ആൻഡ് ഈ K എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ആക്ച്വലി നമ്മൾ വേറൊരു ഫോമിലാണ് കണ്ടത്, ആക്ച്വലി ഈ ഫോമിൽ നിന്നും തുടങ്ങണം. ഓക്കെ, സോ K എന്ന് പറയുന്ന ഒരു ഗിവൺ സാമ്പിളിനെ സംബന്ധിച്ച് ഈ ക്യാപിറ്റൽ K എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ഈ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ഗിവൺ സാമ്പിളിനെ സംബന്ധിച്ച് K കോൺസ്റ്റന്റ് ആണ്. K ഈസ് കോൺസ്റ്റന്റ് ഫോർ എ ഗിവൺ സാമ്പിൾ. ഇൻ ജനറൽ ഓക്കെ, ഒരു ഗിവൺ സാമ്പിളിനെ സംബന്ധിച്ച് K കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്, ബട്ട് ഇൻ ജനറൽ K എന്ന് പറയുന്നത് ഇറ്റ് വേരീസ് വിത്ത് V. അത് വോളിയം എങ്ങനെ മാറുന്നു അതനുസരിച്ചിട്ടാണ് അതിന്റെ വേരിയേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ വോളിയം എന്നുള്ളതിനെ നമ്മൾ ആറ്റവും മോളിക്യൂളും, ആറ്റംസും മോളിക്യൂൾസും ആണല്ലോ ബേസിക്കലി ഗ്യാസിന്റെ വോളിയത്തിനെ ഒക്യുപ്പൈ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ആറ്റം മോളിക്യൂൾ കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ദിസ് ക്യാപിറ്റൽ K ഈസ് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദ സാമ്പിൾ. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദ സാമ്പിളിനോട് അത് പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ നമ്പർ ഓഫ് മോളിക്യൂൾസിനെ നമ്മൾ ആ സാമ്പിളിലുള്ള ആ നമ്പർ ഓഫ് മോളിക്യൂൾസിനെ ക്യാപിറ്റൽ N ആയിട്ട് എടുക്കുകയാണെങ്കിൽ we could say capital K is proportional to capital K. That means K is some constant into N. അപ്പൊ ഈ കോൺസ്റ്റന്റിനെ ഞാൻ that is capital K is ഈ particular constant small k കൊണ്ട് റെപ്രസെന്റ് ചെയ്യാന്ന് വിചാരിക്കാം. Then that is K into N. Okay, if this is small k then small k into N. അപ്പം ഒബ്സർവേഷനിൽ നിന്ന് മനസ്സിലായ കാര്യം ഈ ഒരു K എന്ന് പറയുന്ന ഈ സ്മോൾ K എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റി എല്ലാ ഗ്യാസസിനും സെയിം ആണ്. ആൻഡ് ദാറ്റ് ക്വാണ്ടിറ്റി, ഈ ക്വാണ്ടിറ്റി ഈസ് നോൺ ആസ് ദ ബോൾസ്മാൻ കോൺസ്റ്റന്റ് എന്നാണ് ഇതിനെ പറയുന്നത്. എല്ലാ ഗ്യാസസിനും ഈ ഒരു കോൺസ്റ്റന്റ് സെയിം വാല്യൂ ആണ്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ബോൾസ്മാൻ കോൺസ്റ്റന്റ്. അതിനെ ജനറലി റെപ്രസെന്റ് ചെയ്യുന്ന K സബ്സ്ക്രിപ്റ്റ് B ആയിട്ടാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? PV = KT. ഈ KT PV = KT എന്ന് പറയുന്ന ഇക്വേഷൻ. നൗ PV =
കെക്ക് പകരമാണെന്ന് കെ ഈസ് പ്രൊപ്പോർഷണൽ ടു എൻ. സോ കെ ഈസ് ഈക്വൽ ടു, ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലായി കെ ഇസ് ഈക്വൽ ടു കെ ബി എൻ. അപ്പൊ കെക്ക് പകരം നമ്മൾ കെ ബി കൊടുക്കുന്നു, കെ ബി എൻ. അപ്പുറത്ത് ഓൾറെഡി ടി ഉണ്ടായിരുന്നു. സോ പി വി ഇസ് ഈക്വൽ ടു എൻ കെ ബി ടി എന്നൊരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് കെ ബി എന്ന് പറയുന്ന എല്ലാ ഗ്യാസിനും കോൺസ്റ്റന്റ് ആണ്, ഇസ് സെയിം ഫോർ ഓൾ ഗ്യാസസ്. അതുകൊണ്ട് തന്നെ പി വി ബൈ എൻ ടി ഇസ് എ കോൺസ്റ്റന്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു കെ ബി എന്ന് എഴുതാലോ. ദാറ്റ് ഇസ് ആ ഇക്വേഷൻ ആയിരുന്നു നമുക്ക് പറയാൻ പറ്റും പി വി ബൈ എൻ ടി ഇസ് എ കോൺസ്റ്റന്റ്. That constant is the Kb, because Kb is same for all the gases. അപ്പൊ നമുക്ക് രണ്ട് ഗ്യാസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി പറയാൻ പറ്റും pressure of the first gas into volume of the first gas divided by number of molecules in the first gas into the temperature of the first gas at which it is measured should be equal to P2, the pressure of another gas, volume of another gas divided by number of molecules in that gas and the temperature of that gas. എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും because that is also equal to Kb. Okay, അപ്പം നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം പി വി, സോ ജനറലി പി വി ബൈ എൻ ടി എന്ന് പറയുന്നതാണ് ഒരു കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പലതരത്തിലുള്ള ഗ്യാസസ് എടുക്കുകയാണ്. എന്നിട്ട് ഗ്യാസസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തെ ഇഫ് ആ പർട്ടിക്കുലർ ആ ഗ്യാസസിന്റെ എല്ലാം പ്രഷറും ആ ഗ്യാസസിന്റെ എല്ലാം വോളിയം, ഈക്വൽ വോളിയം, ഒരേ ടെമ്പറേച്ചറിൽ ഒരേ പ്രഷറിൽ എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ പിയും വിയും ടിയും എല്ലാം സെയിം ആണ് എന്ന് വിചാരിക്കുക. കുറെ ഗ്യാസസ് എടുത്തപ്പോൾ കെ ബി സോൾവ് സെയിം. ഇൻ ദാറ്റ് കേസ് എൻ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ബി സെയിം. അപ്പൊ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും സെയിം ആണെങ്കിൽ ഈ എൻ എന്ന് പറയുന്നതും സെയിം ആയിരിക്കണം. ഇപ്പൊ ഇതാണ് എന്ത് നമ്മുടെ ഫേമസ് അവോഗാഡ്രോ ഹൈപ്പോത്തിസിസ്, അവോഗാഡ്രോസ് ലോ അല്ലെങ്കിൽ അവോഗാഡ്രോ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ബേസിക്കലി ഇത് തന്നെയാണ്. അപ്പൊ കൈനറ്റിക് തിയറിയിൽ ഇത് തന്നെയാണ് പറയുന്നത്. അപ്പൊ അവോഗാഡ്രോ പറഞ്ഞാണ് ഈ കാര്യം. ഓക്കെ, സോ ദിസ് ഇസ് ജസ്റ്റ് അവോഗാഡ്രോ ഹൈപ്പോത്തിസിസ്. അവോഗാഡ്രോ എന്താ പറഞ്ഞത്? നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ the number of molecules per unit volume is same for all gases at fixed temperature and pressure. അത് ഫിക്സഡ് ടെമ്പറേച്ചറിലും ഫിക്സഡ് പ്രഷറിലും, അത് പ്രഷറും ടെമ്പറേച്ചറും സെയിം ആവുന്ന കേസിൽ the number of molecules per volume, എത്ര പെർ യൂണിറ്റ് വോളിയത്തിൽ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടോ അത് സെയിം ആയിരിക്കും. ദിസ് ഇസ് നത്തിങ് ബട്ട് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്നും അത് ഈസിലി മനസ്സിലാവുന്ന കാര്യമാണ്. ദാറ്റ് ഇസ് ജസ്റ്റ് അവോഗാഡ്രോസ് ഹൈപ്പോത്തിസിസ്. അവോഗാഡ്രോ പറഞ്ഞ അതേ കാര്യമാണ്. അവോഗാഡ്രോ പറഞ്ഞ ഇതാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം is the same for all gases, is the same for all gases at fixed temperature and pressure. Otherwise, equal volume of all gases contains equal number of molecules. അപ്പോൾ ഏതൊരു ഗ്യാസും 22.4 ലിറ്ററിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് പ്രഷറും സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലും 22.4 ലിറ്റർ ഏത് ഗ്യാസ് എടുത്താലും അത് ആ ഒരു പെർട്ടിക്കുലർ വോളിയത്തിൽ അതിനകത്തുണ്ടാകുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് 6.022 into 10⁻23 ആയിരിക്കും. അതിനെയാണ് അവോഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്, വിച്ച് ഇസ് നോട്ടഡ് ബൈ n സബ്സ്ക്രിപ്റ്റ് a. ഓക്കെ, സോ ദ നമ്പർ ഓഫ് molecules in 22.4 liters of any gas at standard temperature and pressure is, അപ്പോൾ അവിടെ പ്രഷറും ടെമ്പറേച്ചറും ഈക്വൽ ആവുന്നു. അതിനെ വോളിയം എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റർ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ n ഷുഡ് ബി സെയിം. ആ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞ വാല്യൂ കണ്ടുപിടിച്ചിരിക്കുന്ന ഇതാണ് 6.022 into 10⁻23. അപ്പം ഇതിനെയാണ് ദിസ് ഇസ് അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയാം, അവോഗാഡ്രോ നമ്പർ. ഓക്കെ, അവോഗാഡ്രോ നമ്പർ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് n സബ്സ്ക്രിപ്റ്റ് a ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് n സബ്സ്ക്രിപ്റ്റ് എയുടെ വാല്യൂ ആണ് 6.022 into 10⁻23 നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, അപ്പം അതാണ്. അപ്പോ ഈ ഏതൊരു ഗ്യാസും അത് അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു ഗ്യാസിന്റെ മാസ് എന്ന് പറയുന്നത് ഇൻ ഗ്രാംസിൽ കൊടുക്കുന്നതാണ് അതിന്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത്. അല്ല, നമ്മൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവും. സോ ദ മാസ് ഓഫ് എനി ഗ്യാസ്
which contains Avogadro number of particles, which contains Na number of particles, അഥവാ or അല്ലെങ്കിൽ നമുക്ക് പറയാം or the mass of equivalently നമുക്ക് പറയാവുന്നതാണ് the mass of 22.4 liters of any gas is equal to ആ അത്രയും മാസ് എന്ന് പറയുന്നത് it is equal to its അതിനെയാണ് മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത്. കെമിസ്ട്രിയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഇറ്റ്സ് കോൾഡ് മോളിക്കുലർ വെയിറ്റ് ഇൻ ഗ്രാംസ് അറ്റ് എന്താണ് STP സ്പെഷ്യൽ ആയിട്ട് പറയണം. പ്രഷർ ടെമ്പറേച്ചർ ഈക്വൽ ആണെങ്കിലും ഇതൊക്കെ നടക്കുള്ളൂ, അങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 273 കെൽവിൻ. അതിന് സ്റ്റാൻഡേർഡ് പ്രഷർ എന്ന് പറയുന്നത് 180 mm ആണ്. ഓക്കെ, ആൻഡ് ആ ഒരു എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ് മോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഇസ് കോൾഡ് മോൾസ്. ഇപ്പം ഇവിടെ എത്രയാണ് 1 മോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ മോളിക്കുലർ വെയിറ്റിനെയാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനാണ് നമ്മൾ 1 മോൾ എന്ന് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. 22.4 liters ഓഫ് ഏത് ഗ്യാസ് എടുത്തു കഴിഞ്ഞാലും ദാറ്റ് ഇസ് 1 മോൾ. ആ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ആണ് 1 മോൾ. അവിടെ എത്ര മാസം ഉണ്ടോ ആ മാസം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 1 മോൾ. അപ്പൊ കൈനറ്റിക് തിയറി എന്ന് പറയുന്നത് ഇതിനെ ഈ ഒരു ഹൈപ്പോത്തസിനെ അവോഗാഡ്രോ ഹൈപ്പോത്തസിനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് നമുക്കറിയാം നമ്മൾ ഓൾറെഡി കണ്ടതാണ് പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ. നമ്മൾ ഇങ്ങനെയാണ് ഓൾറെഡി പഠിച്ചത്. PV = μRT എന്ന് ഓൾറെഡി നമ്മൾ കണ്ടതാണ്. അവിടുത്തെ ആ മ്യൂ എന്ന് പറയുന്നതാണ് എത്രമാത്രം മോൾസ് ഉണ്ട് എന്നുള്ളതാണ് കാണിച്ചിരുന്നത്. ആൻഡ് വി ഹാവ് ഓൾറെഡി സീൻ R എന്ന് പറയുന്നത് എന്താണ് NaKB. R is equal to NaKB, which is the universal gas constant. R എന്ന് പറയുന്നത് universal gas constant ആണ്. universal gas constant. ഓക്കെ, അപ്പം T എന്ന് പറയുന്നത് ഇവിടുത്തെ T എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. ആൻഡ് ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 8.314 ജൂൾ പെർ മോൾ കെൽവിൻ. ഇതാണ് ഈ ആറിന്റെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ. അപ്പം നമ്പർ ഓഫ് മോൾസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ എത്ര, ഇപ്പൊ ഒരു ഗിവൺ മാസ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഗ്യാസിന്റെ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് എന്ന് ഡിഫൈൻ ചെയ്യാം. അതായത് മാസ് ഓഫ് ഗ്യാസ് കണ്ടെയ്നിങ് മാസ് ഓഫ് ഗ്യാസ് ആൻഡ് M0 എന്ന് പറയുന്നത് മോളാർ മാസ്. ഓക്കെ, മോളാർ മാസ്. അങ്ങനെയാണ് ഈ മ്യൂവിനെ മോളിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. മാസ് ഓഫ് ദ ഗ്യാസ് ബൈ മോളാർ മാസ്. ഇപ്പം ഈ M എന്ന് പറയുന്ന മാസിൽ അത് ഗ്യാസിന് N നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. മോളാർ മാസ് മീൻസ് അതിന്റെ അകത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് വിച്ച് വിൽ ബി കറസ്പോണ്ടിങ് ടു Na. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മ്യൂവിനെ N/Na എന്നും എഴുതാം ഇക്വലി. ദാറ്റ് മീൻസ് മാസ് ഓഫ് ഗ്യാസ് കണ്ടെയ്നിങ് ഇതിന്റെ അകത്ത് N മോളിക്യൂൾസും ആൻഡ് മോളാർ മാസ് മീൻസ് M0 contains Avogadro number of particles. Avogadro number of molecules. That means Na number of molecules already അതിൻ്റെ അകത്ത് ഉണ്ടാവും. സോ Na നമുക്ക് കൊടുക്കാൻ സാധിക്കും. സോ നമ്മളുടെ ഇക്വേഷൻ നോക്കുക. അവർ ഇക്വേഷൻ വാസ് PV = μRT എന്നാണ് നമ്മളുടെ ഇക്വേഷൻ. നമ്മൾ ഓൾറെഡി കണ്ടത് പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ ഈ ഒരു റിലേഷൻ ഒബേ ചെയ്യുന്നുണ്ട്. സോ μRT നമുക്ക് എഴുതാം. ഈ മ്യൂക്ക് പകരം ഞാൻ N/Na എന്ന് എനിക്ക് ഇടാമല്ലോ, കാര്യം മ്യൂ ഇസ് ഓൾറെഡി ഈക്വൽ ടു N/Na. സോ PV = N/NaRT എന്ന് എനിക്ക് ഇടാം. ആൻഡ് നമുക്കറിയാം R എന്ന് പറഞ്ഞാൽ NaKB ആണ്. അപ്പൊ ഈ റിലേഷൻ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോവാണെങ്കിൽ N/Na × NaKBT. സോ ഇതിൻ്റെ അകത്ത് ഈ Naയും ക്യാൻസൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിച്ചമുള്ളതാണ് PV = NKBT. PV = NKBT. അപ്പോൾ ഇതിന്റെ അകത്ത് നിന്നും നമുക്ക് പ്രഷറിനെ മാത്രമായിട്ട് എങ്ങനെ എഴുതാൻ സാധിക്കും? ഈ V അപ്പുറത്തേക്ക് കൊണ്ടേ പ്രഷർ മാത്രമായിട്ട് എഴുതാൻ പറ്റും. സോ NKBT/V എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് N/V, ദാറ്റ് ഇസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയത്തിനെ, ദാറ്റ് ഇസ്
n by v. This is the, ഇതിനെയാണ് നമ്മൾ പറയുന്നത്, that is number of molecules per unit volume. Per unit volume. അപ്പൊ എന്തിനേയും അത് number of molecules per unit volume, അതിനെയാണ് നമുക്ക് അല്ലെങ്കിൽ പറയാൻ പറ്റുന്നത്. അതിനെ നമ്മൾ n by n v n എന്ന് റെപ്രസെന്റ് ചെയ്യും. That is the, which is the number density. Number density means number of molecules per unit volume. അപ്പൊ അങ്ങനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു n by v ക്ക് പകരം എന്തിടാൻ പറ്റും, n ഇടാം, which implies p is equal to n kBT. So that is the number of molecules per unit volume. In terms of that number density നമുക്ക് ഈ പ്രഷറിനെ ഇങ്ങനെയും എഴുതാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ കെ ബി എന്ന് പറയുന്നതാണ് ബോൾസ്മാൻ കോൺസ്റ്റന്റ്. കെ ബി ഇസ് ദ ബോൾസ്മാൻ കോൺസ്റ്റന്റ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന കെ ബി എന്ന് പറയുന്നത് ബോൾസ്മാൻ കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.38 into 10 power minus 23 joule per Kelvin. ഓക്കെ, സോ ഇനി ഈ മറ്റൊരു യൂസ്ഫുൾ ഫോം, അത് പി വി ഇസ് ഈക്വൽ ടു നമ്മളുടെ മ്യൂ ആർ ടി എന്ന് പറയുന്നത്. ഇതിന്റെ മറ്റൊരു യൂസ്ഫുൾ ഫോം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ പി എന്ന് പറയുന്നത് എന്താണ്, ആസ് യൂഷ്വൽ മ്യൂ ആർ ടി ബൈ വി. ഇത് ഇവിടെ നമുക്ക് പി ഇത് പലതരത്തിൽ പലതരത്തിൽ നമുക്ക് ഇക്വേഷൻസ് വെച്ച് പലതും കണ്ടുപിടിക്കാം. ഇങ്ങനെ പല ഫോംസിൽ എഴുതുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും. ആ ഇൻഫർമേഷൻ, ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ വെച്ചിട്ട് പ്രഷർ, ഇപ്പം നമ്പർ ഡെൻസിറ്റിയും ടെമ്പറേച്ചറും മാത്രമാണെങ്കിലും ആ ഗ്യാസിന്റെ പ്രഷർ കണ്ടുപിടിക്കാം നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പല ഫോംസ് ഇവിടെ നോക്കുന്നത്. ഈ മറ്റൊരു ഫോമിൽ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി ബൈ വി ആണല്ലോ. ആൻഡ് വി നോ റോ ഇസ് ഈക്വൽ ടു, അത് ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് പെർ വോളിയം ആണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് വോളിയത്തിനെ മാസ് ബൈ റോ എന്ന് എഴുതാമല്ലോ. സോ ഇതിങ്ങനെ ആവുന്നതുകൊണ്ട് നമുക്ക് പ്രഷറിനെ എങ്ങനെ എഴുതാം, മ്യൂ ആർ ടി ബൈ ഈ വിക്ക് പകരം എം ബൈ റോ. അപ്പൊ ഈ റോ മുകളിലേക്ക് പോവും. സോ റോ മ്യൂ ആർ ടി ബൈ എം. ഇനി നമുക്ക് ഒരു കാര്യം കൂടി അറിയാം, ഈ മ്യൂവിനെ നമുക്ക് എന്ത് ചെയ്താം, നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് മാസ് ബൈ മോളാർ മാസ്, ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് 1/m എങ്ങനെ എഴുതാം, 1/m 1 ഈ മ്യൂ ഇപ്പുറത്തേക്ക് വരും. അപ്പം 1/μ m0 എന്ന് വരും. ഓക്കെ, സോ അത് വെച്ചിട്ട് എഴുതുമ്പോൾ this will become P is equal to, മ്യൂക്ക് പകരം എന്ത് എഴുതാം, മ്യൂക്ക് പകരം 1/μ m0 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, മ്യൂക്ക് പകരം അല്ല നമ്മൾ എഴുതാൻ പോകുന്നത്, സോറി, റോ മ്യൂ, സെക്കൻഡ്, എമ്മിന് പകരം എന്ത് എഴുതാമെന്ന് നോക്കാം കേട്ടോ. ഇത് നോക്കേണ്ട കാര്യമില്ല. എമ്മിന് വി ഓൾറെഡി നോ ദിസ് ഇക്വേഷൻ, റൈറ്റ്? സോ one second, mu RT from mu RT by n. So we are taking mu RT rho ഈ 1/m നമുക്ക് എങ്ങനെ എഴുതാം, 1/m is equal to, നമുക്ക് 1/m ഇങ്ങനെ എഴുതാൻ സാധിക്കും. ഈ എമ്മിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ 1/m0 mu. So this will become 1/m0 into mu. So ഈ മ്യൂവും ക്യാൻസൽ ആവുകയും നമുക്ക് പി എങ്ങനെ എഴുതാൻ സാധിക്കും, റോ ആർ ടി ബൈ m0. ഇങ്ങനെയും നമുക്കൊരു ഇക്വേഷൻ എഴുതാൻ സാധിക്കും. അവിടുത്തെ റോ എന്ന് പറയുന്നത് മാസ് ഡെൻസിറ്റി ഓഫ് ദ ഗ്യാസ് ആണ്, മാസ് പെർ യൂണിറ്റ് വോളിയം ആണ്. ഓക്കെ, നേരത്തെ ഒരു നമ്പർ ഡെൻസിറ്റി ഉണ്ട്, ഇതെന്ന് പറയുന്നത് മാസ് ഡെൻസിറ്റി ആണ്. ഓക്കെ, നേരത്തെ നമ്മൾ കണ്ടത്. അപ്പൊ നമ്മൾ മാസ് ഡെൻസിറ്റി വെച്ചിട്ട് എഴുതുന്ന ഈ ഒരു ഇക്വേഷൻ റോ ആർ ടി ബൈ m0. ഇനി നമ്പർ ഡെൻസിറ്റി വെച്ചിട്ട് എഴുതുന്നതാണ് ഈ ഇക്വേഷൻ NkBT. ഓക്കെ, എല്ലാം കണ്ടു. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പർട്ടിക്കുലർ ഇക്വേഷൻ, ദാറ്റ് ഇസ് PV ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി എന്ന് പറയുന്ന ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് ഗ്യാസ് ആണോ, ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ എല്ലാ പ്രഷറിലും എല്ലാ ടെമ്പറേച്ചറിലും satisfies gas which satisfies this equation at all pressure and temperature. എല്ലാ പ്രഷറിലും എല്ലാ ടെമ്പറേച്ചറിലും ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഗ്യാസിനെ വിളിക്കുന്ന പേരാണ് ഐഡിയൽ ഗ്യാസ്.
ഓക്കെ. പക്ഷെ ഒരു റിയൽ ഗ്യാസ് ഐഡിയൽ ഇല്ല. ഇതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു തിയറട്ടിക്കൽ മോഡലാണ്. ഓക്കെ. സോ ബേസിക്കലി അപ്പം ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാവും റിയൽ ഗ്യാസും ഐഡിയൽ ഗ്യാസും തമ്മിലുള്ള വേരിയേഷൻ. 3 ടെമ്പറേച്ചർ. അപ്പൊ ഐഡിയൽ ഗ്യാസിന്റെ ഗ്രാഫ് എന്നുള്ളത് ഇവിടെ വൈ ആക്സിസിൽ എടുത്തിരിക്കുന്നത് PV by μT and റിയൽ ഗ്യാസ് ബിഹേവിയറും ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിന്റെ ഒരു കമ്പാരിസൺ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിന്റെ കമ്പാരിസൺ ആണ്. സോ ഇവിടെ നോക്കുക. സോ ഇവിടെ ഐഡിയൽ ഗ്യാസിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ഐഡിയൽ ഗ്യാസിന്റെ ഗ്രാഫ് കാണിച്ചിരിക്കുന്നത്, ഈ സ്ട്രെയിറ്റ് ലൈൻ. ഇനി ഇതെന്ന് പറയുന്നതാണ് റിയൽ ഗ്യാസസ്. അതായത് ഇതെന്ന് ഈ 3 കർവുകൾ, ഇതെന്ന് പറയുന്നതാണ് റിയൽ ഗ്യാസസിന്റെ കർവുകൾ. അപ്പം ഈ റിയൽ ഗ്യാസസ് നമുക്കറിയാം, ഇതിന്റെ അകത്ത് ടെമ്പറേച്ചർ കൊടുത്തിരിക്കുന്നത് ഇത് T3 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിലെ ഗ്രാഫ്, ഇതെന്ന് പറഞ്ഞ T2, ഇത് T1. ഇതിന്റെ അകത്തെ ഏറ്റവും ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ T1 ആണ്. T1 ഈസ് ദ ഹൈ ടെമ്പറേച്ചർ. അപ്പൊ നിങ്ങൾക്ക് ഈ ഹൈ ടെമ്പറേച്ചറിന്റെ കർവ് മാത്രം കണ്ടാൽ അറിയാം അത് ഈ ഐഡിയൽ ഗ്യാസിന്റെ ഈ ഒരു കർവിനോട് അറ്റ്ലീസ്റ്റ് ഒന്ന് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം എന്താണ് അത് മാത്രമല്ല, അതെന്ന് പറഞ്ഞ ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ അതിന്റെ ബിഹേവിയർ ഏകദേശം ഒരു ഐഡിയൽ ഗ്യാസ് പോലെ വരുന്നുണ്ട്. അതുപോലെ ഇതിന്റെ എല്ലാ കർവും ഈ എല്ലാ കർവും നമുക്ക് ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ എന്താണ് എല്ലാ കർവ്സും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, എല്ലാ കർവ്സും ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ ആ ഒരു ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിലേക്ക് എത്തും. മറ്റ് ഹൈ ടെമ്പറേച്ചേഴ്സിൽ എപ്പോഴും അത് ഐഡിയൽ ഗ്യാസിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇവിടെ നമ്മളുടെ ഈ ആക്സിസിലുള്ളത് പ്രഷറാണ്. ഓക്കെ. സോ ലോ പ്രഷർ ഏരിയയിലും ഹൈ ടെമ്പറേച്ചേഴ്സിലും, അതായത് ലോ പ്രഷറിലും അതുപോലെ തന്നെ ആ ഗ്രാഫ് T1 ആണ് ഏകദേശം അതിനടുത്ത് നിൽക്കുന്നതെന്ന് പറയാം. അല്ലാതെ നമ്മൾ ചിന്തിക്കണം ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും. അത് ലോ പ്രഷർ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ ആയിരിക്കും. ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിലും എസ്പെഷ്യലി ഇഫ് യു സി ഹൈ ടെമ്പറേച്ചർ കർവ്സിലും എന്താണ് ഒരു ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ കാണിക്കുന്നുണ്ട്. അപ്പം ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചേഴ്സിലും ഒരു ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ അത് കാണിക്കുന്നുണ്ട്. നേരെ മറിച്ച് ഈ ഹൈ പ്രഷർ റീജിയനിലേക്ക് പോവുകയാണെങ്കിൽ, അത് എക്സിലുള്ള പ്രഷറാണ്. അപ്പം ഹൈ ടെമ്പറേച്ചറിലേക്ക് പോവുകയാണെങ്കിൽ ഇതെന്ന് പറയുന്ന ഹൈ ടെമ്പറേച്ചർ റീജിയൻ ആണ്, ഇതെല്ലാം ഹൈ പ്രഷർ റീജിയൻ ആണ്. അപ്പൊ അവിടേക്ക് ആ ഐഡിയൽ ഗ്യാസ് ഡീവിയേറ്റ് ചെയ്യുന്നത്. ഡീവിയേറ്റ്സ് ഫ്രം ദിസ് ഹൊറിസോണ്ടൽ ലൈൻ. ദാറ്റ് മീൻസ് എന്താണ്, അവർ ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ലോ പ്രഷർ, അത് ഈ ഒരു പെർട്ടിക്കുലർ റീജിയൻ ലോ പ്രഷർ റീജിയനിലും ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ കാണിക്കുന്നുണ്ട്. ഓക്കെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും മോളിക്യൂൾസ് ദൂരെ മാറിയിട്ട് ഇന്ററാറ്റമിക് ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പം ഈ കേസിൽ മോളിക്കുലർ ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആയിരിക്കും. മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്ററാക്ഷൻസ് വളരെ കുറവായിരിക്കും ഈ പർട്ടിക്കുലർ സിറ്റുവേഷൻ ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും. അപ്പൊ വിത്തൗട്ട് ഇന്ററാക്ഷൻസ്, അതായത് അവർ തമ്മിൽ ഇന്ററാക്ഷൻ ഇല്ലാതാവുമ്പോൾ ഗ്യാസ് എന്ന് പറയുന്ന ഒരു ഐഡിയൽ ബിഹേവിയർ കാണിക്കും. ഇൻ ദാറ്റ് കേസ് ഇറ്റ് ഷുഡ് ഷോ ദിസ് ഐഡിയൽ ബിഹേവിയർ. ഐഡിയൽ ആയിട്ട് അത് കൊളേഷൻ ഒന്നും ഇല്ലാതെ ഐഡിയൽ ആയിട്ടിരിക്കുന്നു. അപ്പൊ ആ സിറ്റുവേഷനിൽ ഒബേ ചെയ്യുന്ന നമ്മളുടെ ഇക്വേഷൻ ആണ് PV = μRT. അത് ഇന്ററാക്ഷൻസ് ഒന്നും ഇല്ലാതിരിക്കുന്ന ആ ഒരു കേസിൽ. ഓക്കെ. ഇനി ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ PV = μRT എന്നുള്ളതാണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പൊ നമ്മളിവിടെ മ്യൂവും അതുപോലെ തന്നെ ടിയും ഫിക്സ്ഡ് ആക്കി വെക്കുകയാണെങ്കിൽ, ഈ ഇക്വേഷനകത്ത് മ്യൂവും ടിയും ഫിക്സ്ഡ് ആണ്. R നമുക്ക് ഓൾറെഡി അറിയാം ഒരു യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് മിച്ചമുള്ള ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ PV ആണ്. അതപ്പം കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കും. ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ ഫിക്സ്ഡ് ആവുമ്പോൾ, അത് ടെമ്പറേച്ചർ ഫോർ എ ഫിക്സ്ഡ് ടെമ്പറേച്ചർ T എന്ന് പറയുന്നത് ഒരു ഗിവൺ മാസ് ഓഫ് ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയുന്നത് അതിന്റെ വോളിയമായിട്ട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആയിരിക്കും. അതായത് വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും, പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. അപ്പം ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത്, നമ്മൾ ഓൾറെഡി കണ്ട ബോയിൽസ് ലോ. ഇതാണ് നമ്മളുടെ ബോയിൽസ് ലോ. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ ഫിഗറിൽ എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള PV കർവ്സും
ബോയ്സ് ലോ പ്രഡിക്റ്റ് ചെയ്ത തിയററ്റിക്കൽ കർവ്സും ആണ് കാണിച്ചിട്ടുള്ളത്. അത് വിത്ത് എക്സ്പെരിമെന്റ് കണ്ടിട്ടുള്ള വാല്യൂസ് ആണ് ഈ സോളിഡ് ലൈൻസിൽ കാണിച്ചിരിക്കുന്നത്, ഈ സോളിഡ് ലൈൻസ്. ഓക്കെ, ആൻഡ് ബോയ്സ് ലോ പ്രഡിക്റ്റ് ചെയ്ത തിയററ്റിക്കൽ വാല്യൂസ് ആണ് ഡോട്ടഡ് ലൈൻസിലൂടെ കാണിച്ചിരിക്കുന്നത്, ഡോട്ടഡ് ലൈൻസ്. ഓക്കെ, ആൻഡ് ഈ ഡോട്ടഡ് ലൈൻസ് ഇതിലാണ് ബോയ്സ് ലോ തിയററ്റിക്കൽ ആയിട്ട് പ്രഡിക്റ്റ് ചെയ്ത വാല്യൂ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടുത്തെ പ്രഷർ, ഇതിനെ ഗ്രാഫ് സ്കെയിൽ ചെയ്തിരിക്കുന്ന ഒരു ഗ്രാഫാണ്. ഓരോ യൂണിറ്റ് ഓഫ് പ്രഷറിന്റെ വാല്യൂ 22 atm ആണ്. അതുപോലെ ഈ ഓരോ യൂണിറ്റ് ഓഫ് വോളിയം എന്ന് പറയുന്ന 0.09 ലിറ്റേഴ്സ് ആണ്. ഗ്രാഫ് സ്കെയിൽ ചെയ്തിരിക്കുകയാണ് അതനുസരിച്ച്. ഓക്കെ, ആൻഡ് അപ്പൊ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, ഇൻ ജനറൽ നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഇത് പ്രഷർ എവിടെയാണോ കുറവ് കൂടുതൽ അവിടെ വോളിയം കുറവായിരിക്കും. ഇപ്പൊ ഈ ഗ്രാഫ് എടുക്കുവാണെങ്കിൽ പ്രഷർ കൂടുതൽ ഇവിടെ ഈ റീജിയനിൽ കുറവാണ്, വോളിയം കുറവാണ്. ഇനി ഇവിടെ വന്നപ്പോൾ പ്രഷർ കുറഞ്ഞു, വോളിയം കൂടി. അപ്പൊ പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആണ്. ആൻഡ് യു ക്യാൻ സീ ഇറ്റ് ലൈക്ക് ഇവിടെ 3 ഫിക്സഡ് ടെമ്പറേച്ചർ ഫിക്സ്ഡ് ആവുന്ന കേസിലാണ് T1, T2, T3. അപ്പം ആ 3 കേസിലാണ് വരച്ചിരിക്കുന്നത്. ഇതിന്റെ അകത്ത് T1 എന്ന് പറഞ്ഞാണ് ഏറ്റവും ഹൈ ടെമ്പറേച്ചർ കേസ്. അപ്പൊ ഹൈ ടെമ്പറേച്ചർ കേസിൽ ഇതാണ് എക്സ്പെരിമെന്റിൽ നിന്ന് കിട്ടിയ വാല്യൂ, ആൻഡ് ബോയ്സ് ലോ പ്രഡിക്റ്റ് ചെയ്ത വാല്യൂ ഇതാണ്. അത് നമുക്കറിയാം ഈ ഹൈ ടെമ്പറേച്ചറിൽ അതിന് നല്ല സിമിലാരിറ്റി ഉണ്ട്. ഈ 2 ഗ്രാഫും നല്ല സിമിലർ ആയിട്ട് ഇരിപ്പുണ്ട്. ഓക്കെ, ആൻഡ് എസ്പെഷ്യലി അറ്റ് ലോ പ്രഷറിൽ, അത് നമ്മുടെ ഇവിടെയാണ് ഈ ലോ പ്രഷർ ഭാഗത്ത് നോക്കുക, ഇത് രണ്ടും ഏകദേശം അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അത്ര സിമിലാരിറ്റി അതിന് വരുന്നുണ്ട്. നേരെ മറിച്ച് അല്ലാതെ അത് ടെമ്പറേച്ചർ കുറയുന്ന കേസിൽ ഈ T2ഉം T3യിലും അത്ര സിമിലാരിറ്റി അതിന്റെ തിയററ്റിക്കൽ വാല്യൂ ആയിട്ടില്ല. അപ്പൊ ഏറ്റവും ഗുഡ് എഗ്രിമെന്റിൽ എപ്പോഴും വരുന്നത് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ കേസിലാണ് അതിന്റെ ഏറ്റവും ഗുഡ് എഗ്രിമെന്റിൽ നമുക്ക് ആ ഗ്രാഫ്സ് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ജനറലി PV = μRT ആണ് അല്ലെ. അതിൻ്റെ അകത്ത് നമ്മൾ പ്രഷർ ഫിക്സ് ചെയ്യുവാന്ന് വിചാരിക്കുക. പ്രഷർ ഈസ് ഫിക്സ്ഡ്. പ്രഷർ ഫിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ then we can find that V is proportional to T. കാര്യം പ്രഷർ ഫിക്സ് ചെയ്തു, μR ഓൾറെഡി ഫിക്സ്ഡ് ആണ്, പ്രഷർ രണ്ടും ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പം that means P ഫിക്സ്ഡ് ആണ്. In that case volume will be directly proportional to T. അത് ഫിക്സഡ് പ്രഷറിന് ഗ്യാസിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചറായിട്ട് പ്രൊപ്പോർഷൻ ആയിരിക്കും. ഇതാണ് നമ്മൾ ഓൾറെഡി കണ്ട ചാൾസ് ലോ. അപ്പം ഇത് ഇവിടെ വീണ്ടും ഈ ടെമ്പറേച്ചറും വോളിയം തമ്മിലുള്ള ഒരു ഗ്രാഫ് കാണിച്ചിരിക്കുകയാണ്. അപ്പം ഈ ഗ്രാഫിൽ നിന്നും നമുക്ക് മനസ്സിലാവും വോളിയവും ടെമ്പറേച്ചറും അത് ലീനിയർ ഗ്രാഫാണ് കിട്ടുന്നത്. വോളിയം കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചറും കൂടുകയാണ് ഏത് ഗ്രാഫ് എടുത്താലും. ആ ലീനിയാരിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എല്ലാ ഗ്രാഫിലും. ആൻഡ് എക്സ്പെരിമെന്റൽ TV കർവ്സ് ആണ് ഈ സോളിഡ് ലൈൻസ്. എക്സ്പെരിമെന്റലി കണ്ടെത്തിയ വാല്യൂ, എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിച്ച വാല്യൂ. ഓക്കെ, ഇത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ വാല്യൂസ് ഗ്രാഫാണ് തന്നിരിക്കുന്നത്. 3 ഡിഫറെന്റ് പ്രഷേഴ്സിലാണ് P1, P2, P3. ആൻഡ് ചാൾസ് ലോ, അത് തിയററ്റിക്കൽ ചാൾസ് ലോ, തിയറിന്ന് കിട്ടിയ ഗ്രാഫ് വാല്യൂസ് വെച്ചിട്ടുള്ള ഗ്രാഫ് ആണെങ്കിൽ അതെന്ന് പറയുന്നത് ഈ ഡോട്ടഡ് ലൈൻ വെച്ചാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെയും നമുക്ക് ഇവിടുത്തെ ഗ്രാഫിന്റെ സ്കെയിലിംഗ് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. T ഓരോ യൂണിറ്റും 300 Kelvin ആണ്, വോളിയം ഓരോ യൂണിറ്റും 0.13 ലിറ്റേഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെയും നമുക്ക് മനസ്സിലാവും ലോ പ്രഷർ ഗ്രാഫാണ്. അത് P3 ആണ് ഏറ്റവും നന്നായിട്ട് അവിടെ കോയിൻസൈഡ് ചെയ്യുന്നത്. യു കെൻ സി. അപ്പം ഇതിനെക്കാട്ടിയും ഒക്കെ ഏറ്റവും അത് ഹൈ ടെമ്പറേച്ചറിൽ, അത് ഇവിടെ ടെമ്പറേച്ചർ കൂടുന്തോറും ഈ ഗ്രാഫ് എന്താണ് ഒന്നായിട്ട് വന്നു. അതുപോലെ തന്നെ ലോ പ്രഷറിൽ, അത് നമ്മുടെ P3യുടെ കേസിൽ എടുക്കുവാണെങ്കിലും P3യുടെ കേസിലത്തേക്ക് പ്രൊമിനന്റ് ആയിട്ട് ഇവിടെ അങ്ങനെ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, സോ ഈ ഗ്രാഫിലും ഏറ്റവും ഹൈ ടെമ്പറേച്ചറിലാണ് എന്താണ് അത് നമുക്ക് എവിഡന്റ് ആയിട്ട് തന്നെ ഇവിടെ കാണാൻ പറ്റും. ഹൈ ടെമ്പറേച്ചർ കേസിലാകുമ്പോഴാണ് ഏറ്റവും അധികം ആ ഗ്രാഫ് എന്താണ് ഏറ്റവും എഗ്രിമെന്റിൽ കിട്ടുന്നത്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും ഇൻ ജനറൽ അത് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോർമലി എന്താണ് ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലുമാണ് ഗ്യാസ് ബിഹേവ്സ് ലൈക്ക് ഐഡിയൽ ഗ്യാസ് ഐഡിയൽ. കാര്യം ആ സമയത്താണ് ഇന്ററാക്ഷൻസ് നെഗ്ലിജിബിൾ ആവുക. ഓക്കെ, ഇനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരു മിക്സ്ചർ ഓഫ് നോൺ ഇന്ററാക്ടിങ് ഐഡിയൽ ഗ്യാസ് എടുക്കുമെന്ന് വിചാരിക്കുക. ഇഫ് യു ആർ കൺസിഡറിങ് എ മിക്സ്ചർ ഓഫ്
ഒരു മിക്സ്ചർ എടുക്കുകയാണ്, നോൺ ഇന്ററാക്ടിങ്, അതിങ്ങനെ ഇന്ററാക്ട് ചെയ്യാത്ത, അത് പരസ്പരം ഇന്ററാക്ട് ചെയ്യാത്ത 2-3 ഐഡിയൽ ഗ്യാസസിന്റെ മിക്സ്ചർ എടുക്കുകയാണ്, കോമ്പിനേഷൻ എടുക്കുകയാണ്. ഇപ്പം ഗ്യാസ് 1ന് നമ്പർ ഓഫ് മോൾസ് μ1 ആണെന്ന് ഇരിക്കട്ടെ, ഇപ്പൊ ഗ്യാസ് 2ന്റെ നമ്പർ ഓഫ് മോൾസ് μ2 ആണെന്ന് വിചാരിക്കട്ടെ. ഇങ്ങനെ എന്നത്തെ ഗ്യാസിന് μn, ആ രീതിയിൽ കുറെ ഗ്യാസസ് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മളിത് എടുക്കുന്ന ഒരു വെസലിന്റെ വോളിയം എന്ന് പറയുന്നത് V ആണെന്ന് വിചാരിക്കാം. നമ്മൾ എടുക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ T ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഏത് ടെമ്പറേച്ചറിലാണോ മിക്സ്ചർ എടുക്കുന്നത് Tയും, ആ എടുക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് ഇപ്പൊ Pയും ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ, ആ ഒരു ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്, നമ്മുടെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഫോർ ദിസ് മിക്സ്ചർ ഓഫ് ഗ്യാസ്, ഈ ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസിന്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിന്റെ കണ്ടീഷൻസ് ഇക്വേറ്റ് ചെയ്യുന്ന, അതിന്റെ കണ്ടീഷൻസിനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ച് ദാറ്റ് ഇസ് PV is equal to μRT ആണല്ലോ. ഓക്കെ, അപ്പം ഈ മിക്സ്ചർ ഓഫ് ഗ്യാസിന് എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പ്രഷർ കോൺസ്റ്റന്റ്, നമ്മുടെ ഒരു പർട്ടിക്കുലർ പ്രഷറിൽ, ഒരു പർട്ടിക്കുലർ വോളിയത്തിൽ, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആണ്. സോ PV is equal to μRTയില് മ്യൂ മാത്രം പക്ഷേ വ്യത്യാസമാണ്, μ1 μ2, അങ്ങനെ എത്ര ഗ്യാസ് മിക്സ് ചെയ്യുന്നുണ്ടോ അത്രയും ഗ്യാസസിലെല്ലാം പ്ലസ് ചെയ്ത് RT. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ V അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ, നമുക്ക് ഈ V അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ ബി ലൈക്ക് μ1 പ്ലസ് μ2 പ്ലസ് μ3 പ്ലസ് അങ്ങനെ പോയിട്ട് RT/V. ഓക്കെ, ഇങ്ങനെ എഴുതാമല്ലോ. അപ്പൊ നമ്മൾ ഈ ഓരോ RT/V ഓരോ ഭാഗത്തെ ഉള്ള ഓരോന്നിനായിട്ട് നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ, we will get P as μ1 RT/V plus μ2 RT/V plus μ3 RT/V plus അങ്ങനെ പോകും. ദാറ്റ് മീൻസ് നമുക്ക് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ജനറൽ PV is equal to μRT എന്നുള്ളതാണ്. സോ ഇതിൻ്റെ നമുക്ക് P എങ്ങനെ എഴുതാം, μRT/V എന്ന് എഴുതാം. സോ ഇവിടെ μ1 RT/V എന്ന് പറയുന്നത് എന്താണ്, ഗ്യാസ് 1ന്റെ പ്രഷർ ആയിരിക്കുമല്ലോ. സോ അതിന് ഞാൻ P1 എന്ന് കൊടുക്കുന്നു. μ2 R2/V നിന്ന് ഗ്യാസ് 2ന്റെ പ്രഷർ ആയിരിക്കും. μ3 RT/V നിന്ന് ഗ്യാസ് 3യുടെ പ്രഷർ ആയിരിക്കും. അപ്പം എനിക്കിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇതിനെ എഴുതാൻ സാധിക്കും അല്ലെ. അപ്പം ഇതിൻ്റെ അകത്ത് എന്താണ്, എന്താണ് T1 എന്ന് പറയുന്നത് ആ ഒരു ഗ്യാസ് 1ന്റെ പ്രഷറാണ്. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ വോളിയത്തിലും ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലും ഉള്ള ഗ്യാസ് 1ന്റെ പ്രഷർ. അതായത് മറ്റ് ഗ്യാസസ് ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ ആ ഗ്യാസ് 1 ഉണ്ടാക്കുന്ന പ്രഷറാണ് അല്ലെ. മറ്റ് ഗ്യാസസിന്റെ പ്രസൻസിലാണ് പക്ഷെ ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ P1 P2 എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റി മറ്റ് ഗ്യാസിന്റെ പ്രസൻസിൽ ഉണ്ടാക്കുന്ന പ്രഷർ ആയതുകൊണ്ട് അതിനെ പാർഷ്യൽ പ്രഷർ എന്ന് വിളിക്കും, പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പം ഒരു മിക്സ്ചർ ഓഫ് ഐഡിയൽ ഗ്യാസിന്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ആ പാർഷ്യൽ പ്രഷേഴ്സിന്റെ സമ്മേഷൻ ആയിരിക്കും. ഇതാണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. ഇപ്പം നമ്മൾ കണ്ടതാണ് ഡാൾട്ടൺസ് ലോ ഓഫ് partial pressures. So that is the total pressure of a mixture of ideal gas. Mixture of ideal gas is the sum of its partial pressures. Okay. So that's it. ഇനി നമുക്ക് ഇതിന്റെ ബാക്കി സെക്ഷന്റെ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. So thank you.